നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി ഭക്തർക്ക് ഇനി മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട. സൗകര്യപ്രദമായ സ്ലോട്ട് ബുക്ക് ചെയ്ത് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ ബുക്കിംഗ് സേവനം ആരംഭിച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ദർശനത്തിന് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്താൻ ഭരണസമിതി തീരുമാനിച്ചത്. ഓഗസ്റ്റ് 4 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. പരീക്ഷണാടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് നടപ്പിലാക്കുന്നത്. ദേവസ്വത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഇതിനായി ബുക്ക് ചെയ്യേണ്ടത്. ബുക്കിംഗ് നടത്തിയതിന്റെ പകർപ്പ് ഡൗൺലോഡ് ചെയ്തതും ആധാർ കാർഡുമായി ക്ഷേത്രനടയിലെത്തി സെക്യൂരിറ്റി ജീവനക്കാരെ കാണിക്കണം. ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ചെയ്തവർക്ക് പ്രത്യേക വരി സംവിധാനം ഉണ്ടായിരിക്കും. രാവിലെ 7 മുതൽ 10 വരെയും ഉച്ചയ്ക്ക് 12 മുതൽ 1 വരെയും വൈകിട്ട് 4 മുതൽ 5 വരെയുമാണ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തവർക്ക് ദർശന സമയം അനുവദിച്ചിരിക്കുന്നത്. ഓരോ മണിക്കൂറിലും 300 പേർക്കാണ് ദർശനം. ഓരോ സ്ലോട്ടിലും 6 പേർക്ക് വരെ ബുക്ക് ചെയ്യാം. ഈ സേവനം വഴി ദിവസവും 2400 പേർക്ക് ദർശനം നടത്താനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 21.5 ലക്ഷത്തിന്റെ അനധികൃത ഇടപാട്. കുന്നംകുളം നഗരസഭാ സെക്രട്ടറിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് മാർച്ചും ധർണയും നടത്തി. കുന്നംകുളം നഗരസഭാ സെക്രട്ടറിയുടെ അക്കൗണ്ടിൽ 21.5 ലക്ഷം രൂപയുടെ അനധികൃത ഇടപാടുകൾ വിജിലൻസ് കണ്ടെത്തിയ സംഭവത്തിൽ സെക്രട്ടറിയുടെ രാജി ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. പ്രതിഷേധ മാർച്ച് നഗരസഭാ കാര്യാലയത്തിന് മുന്നിലെ കവാടത്തിൽ വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ KPCC ജനറൽ സെക്രട്ടറി CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. അഴിമതി ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ നഗരസഭാ സെക്രട്ടറിക്ക് സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും ഉടൻ രാജിവെക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് PA തോമസ് ചടങ്ങിൽ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ ബിജോയ് ബാബു, CI ഇട്ടി മാത്യു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, കൗൺസിലർമാരായ ഷാജി ആലിക്കൽ, മിനി മോൺസി, റോഷിദ് ഓടാട്ട്, അനീന ഷിബു, മിനി KP, ജിഷ ബേബി എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ മാർച്ചിന് കോൺഗ്രസ് നേതാക്കളായ റെജിമാഷ്, CK ബാബു, രാധാകൃഷ്ണൻ, ജയൻ മാസ്റ്റർ, ജെറിൻ P രാജു, ഹമീദ് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്രനഗരിയിലെ സുരക്ഷാ ക്യാമറകൾ കണ്ണടച്ചു. ഇക്കാര്യത്തിൽ അധികൃതർ മൗനം പാലിച്ചതോടെ പ്രതികളെ കണ്ടെത്താൻ പോലീസ് ഇരുട്ടിൽ തപ്പേണ്ട ഗതികേടിലാണ്. നഗരത്തിലെ പൊതുയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ക്യാമറയും നിലവിൽ പ്രവർത്തിക്കുന്നില്ല. ഇത് നഗരത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ കണ്ടെത്തുന്നതിൽ പോലീസിന് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. നിലവിൽ പോലീസിന് ആശ്രയം സ്വകാര്യ സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും ക്യാമറകളാണ്. ഇതിനായി സ്ഥാപനങ്ങളിലും വീടുകളിലും കയറിയിറങ്ങി ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ട ഗതികേടിലാണ് പോലീസ്. മുൻ MLA KV അബ്ദുൽ ഖാദറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ക്യാമറകൾ സ്ഥാപിക്കുകയും പോലീസ് സ്റ്റേഷനിൽ ഇതിന്റെ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നുവെങ്കിലും ഈ ക്യാമറകളെല്ലാം വർഷങ്ങളായി പ്രവർത്തനരഹിതമാണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രസാദ് പദ്ധതിയിൽ 1 കോടിയോളം രൂപ ചെലവഴിച്ച് ക്ഷേത്രത്തിന്റെ ചുറ്റുഭാഗത്തും ക്യാമറകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇതിൽ ഭൂരിഭാഗവും ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല. അടുത്ത കാലത്തായി 2 കൊലപാതകങ്ങളാണ് ഗുരുവായൂരിൽ നടന്നത്. ഇതുകൂടാതെ നിരവധി മോഷണങ്ങളും അടിപിടികളും വേറെയുമുണ്ട്. കൊലപാതക കേസുകളിൽ മരിച്ചവരും പ്രതികളും തെരുവിൽ കഴിഞ്ഞവരാണെന്നതും ശ്രദ്ധേയമാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുറ്റവാളികൾ ഗുരുവായൂരിലെത്തി താവളമാക്കുന്ന സ്ഥിതിവിശേഷവുമുണ്ട്. സുരക്ഷാ ക്യാമറകൾ പുനഃസ്ഥാപിച്ചാൽ ഇത്തരക്കാരെ കണ്ടെത്താൻ എളുപ്പമാണ്. ക്യാമറകൾ പ്രവർത്തനക്ഷമമാക്കാൻ നഗരസഭ, ദേവസ്വം, സർക്കാർ എന്നിവരുടെ ഭാഗത്തുനിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാഞ്ഞാണിയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കാഞ്ഞാണി സെന്ററിൽ ശനിയാഴ്ച പുലർച്ചെ വാനും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയാണ് അപകടങ്ങൾ പതിവാകുന്നതിന് കാരണമാകുന്നതെന്ന വ്യാപക പരാതിയുണ്ട്. ഏനാമാവ് റോഡിൽ നിന്നും വരുന്ന വാഹനമോടിക്കുന്നവർക്ക് സെന്റർ എത്തുന്നതിന് മുമ്പായി വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്ന സൂചനകളൊന്നും സ്ഥാപിച്ചിട്ടില്ലാത്തതാണ് അപകടങ്ങൾ പതിവാകുന്നതിന് കാരണമാകുന്നത്. കാഞ്ഞാണി സെന്ററിന്റെ തെക്ക് വടക്ക് ഭാഗത്തു നിന്ന് വരുന്ന സ്ഥലം പരിചയമില്ലാത്ത ഡ്രൈവർമാർ വാഹനം നേരെ ഓടിച്ചു കയറ്റുന്ന സാഹചര്യമാണുള്ളത്. ഇതേസമയം സംസ്ഥാന പാതയിലൂടെ തൃശൂർ, വാടാനപ്പള്ളി ഭാഗങ്ങളിൽ നിന്നും വേഗതയിൽ വരുന്ന വാഹനങ്ങളുമായി നിരന്തരം കൂട്ടിയിടിച്ചാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. ഈ പ്രശ്നം പരിഹരിക്കാൻ അന്തിക്കാട് പോലീസും പൊതുമരാമത്ത് വകുപ്പും മണലൂർ പഞ്ചായത്തും ചർച്ചകൾ നടത്തിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എഡ്യൂക്കേഷണൽ ക്രിമിനൽ എന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്.
ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കിയ നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേച്ചേരി പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമാധാനപരമായി സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചില്ല എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും കള്ളം പറയുകയാണെന്നും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ക്രിമിനലിനെ പോലെ പെരുമാറുന്നുവെന്നും DCC പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. ദൃശ്യമാധ്യമങ്ങളിലും പത്രങ്ങളിലുമെല്ലാം പെല്ലറ്റ് തോക്കുകൊണ്ട് ഇടതുകണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട സാഹിലിന്റെ വാർത്ത വന്നിട്ടും വിദ്യാർത്ഥികൾക്ക് നേരെ അക്രമം നടത്തിയിട്ടില്ല എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ കള്ളം പറയുന്നവരും ക്രിമിനലുകളുമായി മാറിയെന്നും ടാജറ്റ് ആരോപിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. DCC ഭാരവാഹികളായ V വേണുഗോപാൽ, AT സ്റ്റീഫൻ മാസ്റ്റർ, സിജു കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അപ്പു ആളൂർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളായ AM ജമാൽ, ബാലചന്ദ്രൻ പൂലോത്ത്, ജെയ്സൺ ചാക്കോ, NA നൌഷാദ് എന്നിവർ സംസാരിച്ചു. കേച്ചേരി സെന്ററിൽ നിന്നാരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. പ്രതിഷേധ മാർച്ചിന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ ധനേഷ് ചുള്ളിക്കാട്ടിൽ, ഷാജു തരകൻ, BV ജോയ്, പ്രസാദ് വാഗ, ജെറോം ബാബു, ജനപ്രതിനിധികളായ TO സെബി, ജോൺ കാക്കശ്ശേരി, CM നജീബ് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂരിൽ ഗതാഗത തടസ്സവും കാൽനടയാത്രക്കാരുടെ സുരക്ഷാ ഭീഷണിയും സൃഷ്ടിച്ച അനധികൃത ഓട്ടോറിക്ഷ സ്റ്റാൻഡിനെതിരെ ടെമ്പിൾ പോലീസ് നടപടി സ്വീകരിച്ചു. പന്തായിൽ ക്ഷേത്രത്തിന് മുന്നിലാണ് അനുമതിയില്ലാതെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പ്രവർത്തിച്ചിരുന്നത്. ഇവിടെ നിന്ന് അപകടകരമായ വിധത്തിൽ പാർക്ക് ചെയ്തിരുന്ന 2 ഓട്ടോറിക്ഷകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗതാഗതക്കുരുക്കിനിടയാക്കുകയും കാൽനടയാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുമായിരുന്നു ഈ ഭാഗത്തെ അനധികൃത പാർക്കിംഗ്. ഇതിനെതിരെ വ്യാപക പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി കർശനമാക്കിയത്. ക്ഷേത്രനടയിൽ നിന്ന് യാത്രക്കാരെ ചാക്കിട്ടുപിടിക്കാൻ പതുക്കെ സഞ്ചരിക്കുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെയും പെർമിറ്റില്ലാതെ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെയും നടപടിയുണ്ടാകും. കഴിഞ്ഞ 1 മാസത്തിനിടയിൽ ഇത്തരത്തിൽ യാത്രക്കാരെ തേടി നഗരത്തിൽ പതുക്കെ ചുറ്റി സഞ്ചരിച്ച 10ഓളം ഓട്ടോറിക്ഷകളിൽ നിന്ന് പോലീസ് പിഴ ഈടാക്കിയിട്ടുണ്ട്. പരിശോധന തുടരുമെന്നും നിയമലംഘനം നടത്തുന്ന ഓട്ടോറിക്ഷകൾ പിടിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കുമെന്നും ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷൻ SHO വിനോദ് വലിയാട്ടൂർ അറിയിച്ചു. ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥി യുവജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കർഷക സംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം K കൊച്ചനിയൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി KB ജയൻ അധ്യക്ഷനായി. CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം പത്മം വേണുഗോപാൽ, കർഷക സംഘം ഏരിയ വൈസ് പ്രസിഡന്റ് K അനിൽകുമാർ, ഏരിയ കമ്മിറ്റി അംഗം AJ സ്റ്റാൻലി, കർഷക സംഘം കടവലൂർ സൗത്ത് ലോക്കൽ സെക്രട്ടറി KE സുധീർ, പ്രസിഡന്റ് KA അസീസ്, മധു, ശ്രീനിവാസൻ തിരുത്തിക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളിൽ പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ആത്മ 2026-27 ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി പുതിയ സംരംഭത്തിന് തുടക്കമായി. ആർത്താറ്റ് കൃഷിഭവൻ പരിധിയിലെ എല്ലാ അങ്കണവാടികൾക്കുമായി പോഷകവാടി ഒരുക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അങ്കണവാടികളിലേക്ക് ആവശ്യമായ മൺചട്ടികൾ, ചീരത്തൈകൾ, ജൈവവളങ്ങൾ എന്നിവ കൃഷിഭവൻ മുഖേന വിതരണം ചെയ്തു. കുട്ടികളിൽ ചെറുപ്രായം മുതൽക്കേ ആരോഗ്യകരമായ ഭക്ഷണരീതിയും കൃഷിബോധവും വളർത്തിയെടുക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പുഷ്പ ജോൺ, മിഷ സെബാസ്റ്റ്യൻ, R ഷാജിജു, വാർഡ് കൗൺസിലർ ഷജീഷ് എന്നിവർ സംസാരിച്ചു. ആർത്താറ്റ് കൃഷി ഓഫീസർ K സ്വേഗ ആന്റണി സ്വാഗതവും ICDS സൂപ്പർവൈസർ അനിത നന്ദിയും പറഞ്ഞു. ISO അംഗീകാര നിറവിൽ കണ്ടാണശ്ശേരി കുടുംബശ്രീ CDS. മികവുറ്റ പ്രവർത്തനങ്ങൾക്കും സുതാര്യമായ സേവനങ്ങൾക്കും അംഗീകാരമായാണ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ISO 9001-2015 സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. CDS ഓഫീസിന്റെ മികച്ച ഭൗതിക സാഹചര്യങ്ങൾ, ഫയൽ മാനേജ്മെന്റ്, കൃത്യതയാർന്ന സേവന വിതരണം, ജനകീയ ഇടപെടലുകൾ എന്നിവ മുൻനിർത്തിയാണ് ഈ ആഗോള അംഗീകാരം ലഭിച്ചത്. പഞ്ചായത്തിലെ സ്ത്രീ ശാക്തീകരണ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന കണ്ടാണശ്ശേരി കുടുംബശ്രീ CDSന്റെ കിരീടത്തിലെ പൊൻതൂവലാണ് ഈ നേട്ടം. ISO ഓഡിറ്റർ KM സലീം CDS ചെയർപേഴ്സൺ MV വിജിതയ്ക്ക് സർട്ടിഫിക്കറ്റ് കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, വൈസ് പ്രസിഡന്റ് CK സുദീപ,
ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, CDS അക്കൗണ്ടന്റ് PS സൗമ്യ, CDS വൈസ് ചെയർപേഴ്സൺ KR രജിത, CDS മുൻ ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ, CDS മെമ്പർ സെക്രട്ടറി CO ആൻഡോ, ISO ഓഡിറ്റർ ഷാജിക്, CDS അംഗങ്ങൾ, CDS സപ്പോർട്ടിംഗ് ടീം അംഗങ്ങൾ, എക്സ് ഒഫീഷ്യ അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 4 വർഷ ബിരുദ പഠനത്തിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് അക്കാദമിക ജീവിതത്തിന് മികച്ച അടിത്തറ ഒരുക്കുന്നതിനായി അക്കിക്കാവ് മാർ ഒസ്താത്തിയോസ് കോളേജിൽ 3 ദിവസത്തെ ബ്രിഡ്ജ് കോഴ്സ് സംഘടിപ്പിച്ചു. കോളേജിലെ IQACയും കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ വിഭാഗങ്ങളും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CP ബാബു ബ്രിഡ്ജ് കോഴ്സ് ഉദ്ഘാടനം ചെയ്തു. പുതിയ അക്കാദമിക സാഹചര്യങ്ങളുമായി വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്നതിനും ആശയവിനിമയ ശേഷി, പഠന നൈപുണി, വ്യക്തിത്വ വികസനം, ഉന്നത വിദ്യാഭ്യാസ സാധ്യതകൾ എന്നിവയെക്കുറിച്ച് അവബോധം നൽകുന്നതിനും വിവിധ വിഷയങ്ങളിലെ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. പെരുമ്പിലാവ് TMVHSS സ്കൂളിൽ 2 ദിവസങ്ങളിലായി നടന്ന കായികമേള സമാപിച്ചു. PTA പ്രസിഡന്റ് നൌഷാദ് മേള ഉദ്ഘാടനം ചെയ്തു. മാർച്ച് പാസ്റ്റോടുകൂടി ആരംഭിച്ച മേളയിലെ വിവിധ മത്സര ഇനങ്ങളിൽ കുട്ടികൾ പങ്കെടുത്തു. കിഡ്ഡീസ് വിഭാഗത്തിൽ ശിവലക്ഷ്മി, ആദികൃഷ്ണ എന്നിവരും സബ് ജൂനിയർ വിഭാഗത്തിൽ വൈഗ, നസ്രത്ത്, KB രാജ് എന്നിവരും വിജയം സ്വന്തമാക്കി. ജൂനിയർ വിഭാഗത്തിൽ സഫാസ്, ആവണി പ്രദീപ് എന്നിവർ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് നേടി. കുട്ടികളെ ഹൗസുകളാക്കി തിരിച്ചുകൊണ്ട് നടത്തിയ മത്സരങ്ങൾക്കൊടുവിൽ ബ്ലൂ ഹൗസ് ജേതാക്കളായി. കേരള വ്യാപാരി വ്യവസായി സമിതി ചാലിശ്ശേരി യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം ഞായറാഴ്ച നടക്കും. രാവിലെ 10-ന് ചാലിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംഘടന ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബേബി ശ്രീകൃഷ്ണപുരം മുഖ്യപ്രഭാഷണം നടത്തും. സമ്മേളനത്തോടനുബന്ധിച്ച് SSLC, +2, ഡിഗ്രി, PG, LSS, USS പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ സമിതി അംഗങ്ങളുടെ മക്കളെ അനുമോദിക്കും. കൂടാതെ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള കിറ്റ് വിതരണവും നടക്കും. വ്യാപാരികളും സമിതി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് സംഘാടകരായ പ്രസിഡന്റ് രാജൻ ഫാമിലി, സെക്രട്ടറി TK മുഹമ്മദ്, ട്രഷറർ A വിജയൻ, രക്ഷാധികാരി VS ശിവാസ് എന്നിവർ അറിയിച്ചു. കണ്ണൂർ കമ്പിപ്പാലം കാവിൽ വീട്ടിൽ രാജൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. പോർക്കുളം സർവീസ് സഹകരണ ബാങ്ക് റിട്ടയേർഡ് ജീവനക്കാരനാണ്. സംസ്കാരം നടത്തി. സരോജം ഭാര്യയും ശരത് രാജ്, ശരണ്യ എന്നിവർ മക്കളുമാണ്. കാണിപ്പയ്യൂർ തത്തപ്പറമ്പിൽ താമസിക്കുന്ന പറവളപ്പിൽ ഉക്കുറുമകൻ പ്രിൻസ് TU നിര്യാതനായി. 70 വയസ്സായിരുന്നു. റിട്ടയേർഡ് KSRTC വെഹിക്കിൾ സൂപ്പർവൈസറാണ് പരേതൻ. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് സെമിത്തേരിയിൽ നടത്തും. വത്സ ഭാര്യയും ഡിലി, മിലി, ഡിമി എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.